നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനെന്താ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഓക്കെ, ഇന്നത്തെ മൈൻഡിൽ വന്ന ഒരു കാര്യം, അവരെ നിങ്ങളെ സ്വപ്നത്തിൽ കാണാറുണ്ടോ? ഓക്കെ, എന്നെനിക്ക് ഒരു ജസ്റ്റ് നിങ്ങളുടെ ഡ്രീംസിലൊക്കെ വരാറുണ്ടാവും, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടാവും. ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതല്ല, ഉറക്കത്തിൽ. ഓക്കെ, രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം. ഓക്കെ, അവർ നിങ്ങളെ സ്വപ്നം കാണാറുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് കാണാറ്, അവർക്ക് എന്താണ് ഡ്രീമിൽ വരാറ് എന്ന് നോക്കാം നമുക്ക്. ആൻഡ് അവർക്ക് നിങ്ങളോട് എന്താ മെസ്സേജസ് പറയാനുള്ളത് എന്നുകൂടി നോക്കാം. ഓക്കെ, ഒരു വ്യത്യാസം ടോപ്പിക് അല്ലേ? നിങ്ങൾക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതൊക്കെ. അപ്പം നമുക്ക് ജസ്റ്റ് ചുമ്മാ നോക്കാം. ഓക്കെ, അവർ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരുന്നോ? എന്താണ് കണ്ടത്? അവരുടെ മനസ്സിൽ നിങ്ങൾ, അത് മീൻസ് അത്രത്തോളം നമ്മളൊരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരാളെ കുറിച്ചായിരിക്കും നമ്മൾ ഡ്രീം കാണുക അല്ലേ? അല്ലാത്തതും കാണും, എന്നാലും നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. എന്താണ് അവർ നിങ്ങളെ സ്വപ്നത്തിൽ കാണാറുണ്ടോ, അല്ലെങ്കിൽ അവരെന്താ കാണാറുള്ളത്, എന്താ കണ്ടിട്ടുള്ളത്? അവർ നിങ്ങളോട് ഒരിക്കലും ചിലപ്പോൾ നേരിട്ട് പറയില്ല. ഓക്കെ, 6 of Cups ആണ്, മൂൺ കാർഡ്. ഐ തിങ്ക് ഈ ഡെക്ക് ഞാൻ ആദ്യമായിട്ട് എടുത്തു തോന്നുന്നു അല്ലേ? ഓക്കെ, ഫുൾ കാർഡ്, 6 of Pentacles, Emperor, Ace of Swords, 8 of Pentacles, Six of Swords, 6 വന്നിട്ടുണ്ട്, 3. ഓക്കെ, 6 again 6. ഓ മൈ ഗോഡ്. ഓക്കെ, 4 6 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 6. ഓക്കെ, ഓ മൈ ഗോഡ്, വാവ്. ഒരു ഡെക്കിലുള്ള എല്ലാ 6ഉം വന്നു തോന്നണല്ലോ. 2 of Pentacles, Knight of Swords, 3 of Pentacles. ഓക്കെ, ആക്ച്വലി 6ന്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഓർമ്മിക്കാൻ ശ്രമിക്കാം. കിട്ടുന്നില്ല, ഓർമ്മ വരുന്നില്ല. ഞാനിങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, അല്ല ഇത് 4 ആണ്, സോറി. 6. ഓക്കെ, ഇത് 2 of Pentacles ആണ്, Knight of Swords ആണ്. എനിക്ക് ഇവിടെ 4 4 ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല സൈൻ കിട്ടുന്നുണ്ടാവാം യൂണിവേഴ്സിൽ നിന്ന്. 6 4 6 നിങ്ങൾ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ 2 6 3 6 അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ, 6 അല്ലെങ്കിൽ 4 6 നിങ്ങൾ കാണുന്നുണ്ടാവാം ചിലപ്പോൾ സൈന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഐ തിങ്ക് നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം ദാറ്റ് അവരുടെ ഡ്രീമിലും നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ 6ന്റെ സൈൻസ് നിങ്ങൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, ശരിക്കും 6ന്റെ അതല്ല, എനിക്ക് ഓർമ്മ 6 നമുക്ക് ലവ് എന്ന് പറയാറുണ്ട് ഞങ്ങൾ. നമ്മൾ വീനസിന്റെ നമ്പറാണ്, ലവ് ആണ് എന്നൊക്കെ പറയും. ഓക്കെ, ബട്ട് അതല്ലാതെ വേറെ എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻ നോക്കട്ടെ. ഞാൻ താഴെ ടൈപ്പ് ചെയ്തിട്ടോ എന്തെങ്കിലും ഇടാം. ഇത്രയും 4 6 വന്ന സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി ഇവിടെ അതെന്തോ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ മീനിങ് നോക്കിയിട്ട് പറയാം. ബൈ ഹാർട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും 6 of Cups ആണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഡ്രീം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച്. എനിക്ക് മൂൺ കാർഡും ഉണ്ട്. മൂൺ എന്ന് പറയുമ്പോൾ രാത്രി അല്ലേ, നൈറ്റ് ടൈം, രാത്രി ഒരു ഓർമ്മ, മെമ്മറീസ്, അല്ലെങ്കിൽ നമ്മൾ ഡ്രീംസ് എന്നൊക്കെ വിളിക്കാം. എനിക്ക് മൂൺ കാർഡ് നമ്മുടെ മനസ്സിൻ്റെ ഹിഡൻ കാര്യങ്ങൾ എന്ന രീതിക്കൊക്കെ നമ്മൾ പറയാം. ഇമോഷണൽ ആവുക എന്ന രീതിക്ക് പറയാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് നിങ്ങളെക്കുറിച്ച് അവർ ഇമോഷണൽ ആയിട്ട് ഡ്രീംസിൽ നിങ്ങൾ വരാറുണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അവർ സ്വപ്നം കാണാറുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി നേരത്തെ തന്നെ പരിചയം ഉണ്ടാവാം. നിങ്ങൾ തമ്മിൽ ലൈക്ക് ചെറുപ്പം തൊട്ടേ നിങ്ങൾ പരിചയമുള്ളവരായിരിക്കാം, ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരിക്കാം നിങ്ങളുടെ. ഓക്കെ, അവർക്കത് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അവർ ഡ്രീംസിൽ കാണാറുണ്ട്. നിങ്ങൾ ഒന്നിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിയിൽ അവർ ഡ്രീംസ് കാണാറുണ്ട്. 6ഉം ഡ്രീംസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഓക്കെ, ആൻഡ് 6 of Swords ഇത് നമ്മൾ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. സോ നിങ്ങൾ എവിടെയെങ്കിലും ഒന്നിച്ചൊരു യാത്ര പോകുന്നത് അവർ ഡ്രീംസിൽ കാണുന്നുണ്ടാവും. ഓക്കെ, ഒന്നിച്ച് എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് അവരുടെ മനസ്സിലുള്ള ആഗ്രഹമായിരിക്കാം. ഓക്കെ, അത് മാത്രമല്ല നമ്മളിവിടെ ഡ്രീംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ സ്വപ്നത്തിൽ നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും യാത്ര പോകുന്നത് അവർ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യുന്നതും നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് നല്ല സമയങ്ങൾ നിങ്ങൾ തമ്മിലുണ്ട് എന്ന രീതിക്ക് അവർ സ്വപ്നം കാണുന്നുണ്ട്. 6 of Pentacles നമ്മൾ പറയുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യമാണ് അല്ലേ? അപ്പോൾ അവർ
മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നതായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലൈക്ക് മേ ബി എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നുണ്ടാവും, ഗിഫ്റ്റായിട്ട് തരുന്നത് പോലെ, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ അവർ ഷെയർ ചെയ്യുന്ന പോലെ അങ്ങനത്തെ സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ട്. ആക്ച്വലി എല്ലാം വളരെ പോസിറ്റീവാണ്. ആൻഡ് 6 of Wands നമ്മുടെ വിക്ടറി, മാരേജ് എന്ന രീതിക്ക് പറയും, വിക്ടറി എന്ന് പറയും, ജയിച്ചു വരുന്ന പോലെ. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയാം. നിങ്ങളുടെ കൂടെയുള്ള ഈ ഒരു സമയം ഓക്കെ, നിങ്ങൾ തമ്മിൽ ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഷെയറിങ്, അതായത് നിങ്ങൾ ഫീലിങ്സ് ഈക്വലായിട്ട് ഷെയർ ചെയ്യുക, നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, ഫീലിങ്സ് ഷെയർ ചെയ്യുക, ലൈഫ് ഒന്നിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന രീതിയിൽ വളരെ രണ്ടുപേർ ബാലൻസ് ആയിട്ട് നമ്മളൊരു ലൈഫിനെ കൊണ്ടുപോകുന്ന പോലെ അവർ ഡ്രീംസിൽ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സമയത്തിന് ഒരു വിക്ടറി എന്ന രീതിക്കാണ് അവർ കാണുന്നത്. അപ്പോൾ അപ്പോൾ അവർ ഡ്രീമിൽ, സ്വപ്നത്തിൽ അവർ കാണുമ്പോൾ അവർക്ക് വളരെ ഒരു പോസിറ്റീവ് ഫീലിംഗ് വരാറുണ്ട്, ജയിച്ച പോലെ തോന്നി എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ അവർക്ക് അത്രയും ഒരു അവർ ജയിച്ച് നിൽക്കുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ആലോചിക്കുന്നുണ്ട്, സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവും ദാറ്റ് അവരെന്തെങ്കിലും ജയിച്ചു വരുന്നു എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന രീതിയിൽ. ഓക്കെ, 10 of Pentacles ആണ്. സോ ഇവിടെ ഒരു മാരേജിൻ്റെ കാര്യം, നമ്മൾ ഫാമിലി എന്ന രീതിയിൽ പറയാം. സോ അതാണ് ഞാൻ ജയിച്ചത് എന്ന് പറയുമ്പോൾ ഇതിവിടെ ഒരു മാരേജിൻ്റെ കാർഡ് കൂടിയാണ്. സോ മേ ബി അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് അവരുടെ ലൈഫിനെ ഒന്ന് ബാലൻസ് ആക്കി നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് പോലെ, ഫാമിലി പോലെയൊക്കെ അവർ സ്വപ്നം കാണാറുണ്ട് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ആലോചിക്കലോ ആയിരിക്കാം, പക്ഷെ നമ്മളിവിടെ സ്വപ്നം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് യെസ്, അവർ സ്വപ്നത്തിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, Ace of Swords, 8 of Pentacles. യെസ്, അവർ നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരെ മനസ്സിൽ ഐ തിങ്ക് ഓക്കെ, ഞാനിങ്ങനെയും പറയാം, എന്നിട്ട് അവർ പകലൊക്കെ നമ്മൾ പകൽ ഉറങ്ങാത്ത സമയങ്ങളിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തും ഓക്കെ, അവർ വർക്കിൽ ബിസി ആയിരിക്കും. ഓക്കെ, ജോലിയിൽ ബിസി ആയിരിക്കും, തിരക്കായിരിക്കും, എല്ലാമായിരിക്കും. ബട്ട് അപ്പോഴും ഐ തിങ്ക് എവിടെയോ അവരുടെ മൈൻഡിൽ ദാറ്റ് ഒരു ഇമോഷണൽ ആവുന്നുണ്ട് അവർ എന്ന രീതിക്ക് പറയാം. അതായത് ഇമോഷണൽ അവരുടെ മൈൻഡിൻ്റെ ബാക്കിൽ നിങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ ചേർക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, ഫാമിലി ആയിട്ട് വേണം എന്ന ആഗ്രഹം കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ Ace of Swords പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ ഡ്രീംസിൽ അഗെയിൻ അവർ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നതായിട്ടായിരിക്കും സ്വപ്നത്തിൽ കാണുന്നത്. അവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ മറ്റുള്ളവരെ എന്തും മറികടന്ന് ഞാൻ ഈ പേഴ്സണുമായിട്ട് നിങ്ങളുമായിട്ട് ഒരു ഒന്നിക്കുന്ന തരത്തിൽ അവർക്ക് ഫീലിംഗ് ഉണ്ടാവാം. അതിനുവേണ്ടി അവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് അവർ സ്വപ്നം കാണുന്നുണ്ടാവാം. ഓക്കെ, അഗെയിൻ അവർ റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും എന്ന് പറയാം, ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യും എന്ന് പറയാം. നിങ്ങളെക്കുറിച്ച് സ്വപ്നത്തിലും ഐ തിങ്ക് അവർ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ബട്ട് അവർ ചില തടസ്സങ്ങളെക്കുറിച്ചും ഐ തിങ്ക് ആലോചിക്കുന്നുണ്ട്. അവരുടെ ഡ്രീംസിൽ തടസ്സമായിട്ടും ചില കാര്യങ്ങൾ ഐ തിങ്ക് കാണാറുണ്ട്. മേ ബി ഏതെങ്കിലും വ്യക്തികൾ, അതിപ്പോൾ ഫാമിലി, അവർ സമ്മതിക്കില്ല എന്നുള്ളത് അവർ ഐ തിങ്ക് ഇതൊരു നെഗറ്റീവ് എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്ത്. എനിക്ക് കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ആലോചിക്കുന്നുണ്ട് ദറ്റ് ഫാമിലി സമ്മതിക്കുമോ എന്നുള്ളത് കൂടി ഐ തിങ്ക് ആ സ്വപ്നത്തിൽ ഒരു പേടിയായിട്ട് കൂടി അവർക്ക് വരുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, എല്ലാം പോസിറ്റീവ് ആവണം, നല്ല റൊമാൻറ്റിക് ആവണമെന്നില്ലല്ലോ. അവരുടെ ഡ്രീംസിൽ ചില സമയത്ത് അവർക്ക് ഈ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെയും വരുന്നുണ്ട് ദറ്റ് ഇത് നടക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നതായിട്ടും മേ ബി അവർ സ്വപ്നം കാണുന്നുണ്ടാവാം. ഓക്കെ, പക്ഷെ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം, പുതിയ ലൈഫ് അവർ സ്വപ്നത്തിൽ കാണുന്നുണ്ട്, ഫാമിലി ആയിട്ട് അവർ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് തോന്നുന്നുണ്ട് ഐ തിങ്ക് ദറ്റ് ഒരു ആരെങ്കിലും തടയുമോ, ആരെങ്കിലും തടസ്സപ്പെടുത്തുമോ. ഐ തിങ്ക് ആ സ്വപ്നത്തിൽ അവർക്കൊരു തടസ്സം ആരെങ്കിലും വരാറുണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് അവർ ഇനിയിപ്പോൾ ആരെയാണെന്നറിയില്ല, നിങ്ങളുടെ പാരൻസ് ആണോ, അവരുടെ പാരൻസ് ആണോ, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും നിങ്ങൾ മാരീഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, അല്ലെങ്കിൽ ആ രീതിക്ക് അവരുടെ ആയാലും നിങ്ങളുടെ ആയാലും ഓക്കെ, അങ്ങനെ ആരെങ്കിലും തടസ്സമുണ്ട് എന്ന രീതിക്കും അവർക്ക് ഡ്രീംസിൽ വരാറുണ്ട് എന്ന് പറയാം. ഓക്കെ, എനിവേ ഒരു മൈൻഡിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. 3 of Pentacles ഉണ്ട്. സോ എവിടെയോ മേ ബി നിങ്ങൾ മാരീഡോ അല്ലെങ്കിൽ അവർ മാരീഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് തടസ്സം എന്ന രീതിക്കും ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ അവരുടെ സ്വപ്നത്തിൽ വരും എന്നും പറയാം. ഓക്കെ, അതിനെയൊക്കെ പക്ഷെ എതിർത്ത് അവർ ജയിച്ച് വരുന്നതായിട്ടും അവർ സ്വപ്നം കാണുന്നുണ്ട്. അവർ സ്വപ്നത്തിൽ കാണുന്നത് രണ്ടും ഉണ്ട്. ലൈക്ക് അവർ പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ട് നിങ്ങളെക്കുറിച്ച്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, അതിൻ്റെ ഒപ്പം അവർക്ക് ചില പേടികളും വരുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ചില ഫിയേഴ്സും അവരുള്ളിൽ വരുന്നുണ്ട്. അതൊക്കെ അവർ സ്വപ്നത്തിൽ അങ്ങനെ അവർ കാണുന്നുണ്ട്. Seven of Cups, 8 of Cups, Queen of Swords, yes, Queen of Pentacles. Okay, Chariot, Strength. ഓക്കെ, തന്നെയാണ് ഞാൻ പറഞ്ഞത്. തടസ്സം അവർക്ക് നിങ്ങളുടെ ഇടയിൽ ചില തടസ്സങ്ങളുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എനർജി തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ലൈഫിൽ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. സോ അവരുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, മാരീഡ് ആണെങ്കിൽ അങ്ങനെ ആവാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ട്
മേ ബി അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചെറിയ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, അകന്ന് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അവർ അകന്ന് നിൽക്കുന്നത് ചിലപ്പോൾ പാരൻസ് എതിർപ്പ് എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനെ ഓക്കെ അവരുടെ ലൈഫിൽ വേറെ കാര്യങ്ങൾ ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻ്റ് ആയിരിക്കാം, നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ടാവാം അവർ. അതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ, പക്ഷെ അവർ ഡ്രീമിൽ കാണുമ്പോൾ, സ്വപ്നത്തിൽ അവർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ആണ്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിനുള്ള സ്ട്രെങ്ത് അവർ ഗെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്വപ്നത്തിലും ഐ തിങ്ക് അവർ കാണുന്നത് അവർ നിങ്ങളുമായിട്ട് ജയിച്ച് ശരിക്കും ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുണ്ട് എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ചില തടസ്സങ്ങളുണ്ട്, അത് അവരെ പേടികളായിട്ട് അവരെ ലൈഫ്, അവരെ സ്വപ്നത്തിൽ ആ പേടികൾ അവരെ മെമ്മറിയിലേക്ക് കയറി വരുന്നുണ്ട്. സ്വപ്നം കാണുമ്പോഴും നമ്മൾ പറയില്ലേ, ഒരു നല്ല ലൈഫിനെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇടയിൽ പെട്ടെന്ന് എന്തെങ്കിലും നെഗറ്റീവ് കയറി അതും കാണും അല്ലേ, നമ്മുടെ പേടികളും നമ്മൾ കാണും സ്വപ്നത്തിൽ. സോ ആ രീതിക്ക് അവരുടെ മനസ്സിൽ ആ ഒരു പേടികളും കിടക്കുന്നുണ്ട്, സ്വപ്നത്തിൽ അത് കയറി വരാറുണ്ട് അവർക്ക്. ഓക്കെ, അപ്പോൾ പക്ഷെ അവരുടെ ഫീലിങ്സ് വൈസ് ഐ തിങ്ക് ഇവിടെ നമുക്ക് അവരെ ആഗ്രഹമാണ് നമുക്കിവിടെ കാണുന്നത്. അവരെ ആഗ്രഹം, അതായത് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് വളരെ ഹാപ്പി ആയിട്ട് വേണം, ഫാമിലി പോലെ വേണം, നിങ്ങൾ തമ്മിൽ യാത്ര പോകണം, എനിക്ക് അതൊക്കെയാണ് അവരുടെ സ്വപ്നത്തിൽ അവർ കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, തടസ്സങ്ങളെക്കുറിച്ചും അവർ ഡ്രീംസ് കാണുന്നുണ്ട്, അവർക്കും ആ പേടികൾ അവരോട് കിടക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ ഓക്കെ, അവർ സ്വപ്നത്തിൽ നിങ്ങൾ വരുന്നുണ്ട്. സ്വപ്നത്തിൽ പക്ഷേ നിങ്ങൾ മാത്രമല്ല, അവരെ പേടിപ്പിക്കുന്ന ചില കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ഒരു മെസ്സേജസ് എന്താ പറയുന്നത് നോക്കാം. പേഴ്സൺ എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്തായിരിക്കും അവർക്ക് സ്വപ്നത്തിനെ കുറിച്ച് അവരില്ലെങ്കിൽ നോക്കട്ടെ. ഐ റെക്കഗ്നൈസ്. ഓക്കെ, ഐ റെക്കഗ്നൈസ് ഹൗ സ്പെഷ്യൽ ആൻഡ് യുണീക്ക് യു ആർ. നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതെവിടെയോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാരണമായിരിക്കും അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ വളരെ സ്പെഷ്യൽ ആണ് എന്ന്. ഓക്കെ, ഐ വണ്ടർ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് യു ജോയിൻ ഫോഴ്സസ്, കൊളാബറേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഒന്നിച്ചൊരു ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഗെറ്റ് എക്സൈറ്റഡ് വെൻ ഐ തിങ്ക് അബൌട്ട് ഹൗ ഇൻക്രെഡിബിൾ വി കുഡ് ബി ടുഗെദർ. അവർ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ എത്ര നല്ലതായിരിക്കും എന്നൊരു ചിന്ത എന്നൊക്കെ അവർ ആലോചിക്കുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, അവർ നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കൂടെ ഉണ്ടെങ്കിൽ എന്നവർ സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, യു ആർ ദ പേഴ്സൺ ഐ വോണ്ട് ടു ഡു ലൈഫ് വിത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങളുമായിട്ട് ശരിക്കും ഫ്യൂച്ചർ അവർ ഫാമിലി പോലെ അവർക്ക് വേണമെന്നുണ്ട്. തടസ്സങ്ങളുണ്ട് പക്ഷേ ഓക്കെ, ഓർമ്മ വയ്ക്കാം. ഐ റിലേറ്റ് ടു യു ഓൺ സോ മെനി ലെവൽസ്. ഓക്കെ, അവർ നിങ്ങൾ തമ്മിൽ വളരെ സിമിലാരിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്, പരസ്പരം നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു വൈബാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നതും അവർ പറയുന്നതും കുറേ മാച്ച് ആവുന്നുണ്ട്. I think we could have a lot of fun together, but I don't see it progressing into something deeper. Okay, ചിലപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ട്. നമ്മൾ ആ ടു ഓഫ് പെന്റിക്കിൾസ് ഇടയിൽ കണ്ടിരുന്നു, അവരുടെ മനസ്സിലൊരു ചെറിയൊരു ഡൗട്ടും വരാറുണ്ട്, എന്നിട്ട് ഇത് മുന്നോട്ട് പോവോ എന്നുള്ള, ഫ്യൂച്ചർ ഇതിന് കമ്മിറ്റഡ് ആയിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന രീതിയിൽ. ഓക്കെ, ഇപ്പം കാഷ്വൽ ആയിട്ട് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ, അപ്പോൾ അവർക്ക് അത് കമ്മിറ്റ്മെന്റിലേക്ക് എത്തുമോ എന്നൊരു ചെറിയ ഡൗട്ടും അവർക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, ദർ ഇസ് സോ മച്ച് ദാറ്റ് വി ക്യാൻ ലേൺ ഫ്രം ഈച്ച് അതർ. യെസ്, അവർക്ക് തിരിച്ചറിയുന്നുണ്ട് റിലേഷൻഷിപ്പിൻ്റെ സീരിയസ്നെസ് അവർക്ക് ഉണ്ട്. ഓക്കെ, ബട്ട് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഐ തിങ്ക് വന്നു പോവാണ് മൈൻഡിൽ. ദർ ഇസ് സോ മച്ച് ദാറ്റ് വി ക്യാൻ ലേൺ ഫ്രം ഈച്ച് അതർ എന്ന് പറയുന്നത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലത് നമ്മൾ ആ 6 ഓഫ് പെന്റിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈക്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ അല്ലേ. അപ്പോൾ നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് നിന്ന് അവർക്ക് പഠിക്കാനുണ്ട്, അവരുടെ അടുത്ത് നിങ്ങൾ പഠിക്കാനുണ്ട്. there is an energy between us, a vibe that can't be denied എന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ ഐ ഓഫൺ വണ്ടർ ഇഫ് യു ഫീൽ ദ സെയിം വേ. ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങൾക്കും ആ ഫീലിങ്സ് ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ആൻഡ് നിങ്ങൾ തമ്മിൽ ഒരു വൈബ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇടയ്ക്ക് ഒരു ഡൗട്ട് കയറി വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തടസ്സങ്ങൾ കാരണമായിരിക്കാം. ഓക്കെ, സിറ്റുവേഷൻസിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാവാം, ബട്ട് അവർക്ക് ഫീലിങ്സ് വൈസ് യെസ് നിങ്ങളോട് വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് എനിവേ നമുക്ക് നല്ലൊരു പോസിറ്റീവ് പ്രതീക്ഷയോടെ ഇരിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.